ചെയ്തു. അവരുടെ സംസാരങ്ങളിൽ നിന്ന് 8 വാചകങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് ഒന്നാമത്തെ വാചകമാണ്, ഒന്നാമത്തെ കലിമത്താകുന്നത് ഇസാ കുന്ത ഫീ സലാത്തി ഫഫൽ ഖൽബക. നീ നിസ്കാരത്തിലാണെങ്കിൽ നിന്റെ കൽബിനെ നീ സൂക്ഷിക്കണം. നീ നിസ്കാരത്തിലാണെങ്കിൽ നിന്റെ കൽബിനെ നീ സൂക്ഷിക്കണം. വേറൊരു ചിന്ത വരാൻ പാടില്ല. നാം നിസ്കാരത്തിൽ നല്ല ഇഖ്ലാസുള്ളവരാകണം. അതുപോലെ രണ്ടാമത്തെ കലിമത്താകുന്നത്, രണ്ടാമത്തെ വാചകങ്ങളാകുന്നത് ഇസാ കുന്ത ഫീ ബൈതി ഫഫൽ ഐനൈക. നീ അന്യരുടെ വീട്ടിലാണെങ്കിൽ നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണം. നീ അന്യരുടെ വീട്ടിലാണെങ്കിൽ നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണം. അന്യ സ്ത്രീയുടെ കാണാൻ പാടില്ല. അന്യ സ്ത്രീയുടെ കാണാൻ കണ്ണുകൊണ്ടല്ലേ വിചാരമാണ്. മൂന്നാമത്തെ കലിമത്താകുന്നത് ഇസാ കുന്ത ഫീ ബൈനന്നാസി ഫഫൽ ലിസാനക. നീ ഒരു സമൂഹത്തിലാണെങ്കിൽ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. നീ ഒരു സമൂഹത്തിലാണെങ്കിൽ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. കാരണം നാം അധികം നരകത്തിൽ പ്രവേശിക്കുന്ന കാരണമല്ലേ അത് നാവാൻ. നാവൊന്ന് പേച്ചാൽ തന്റെ ജീവിതം മുഴുവനും പേക്കാറും മതി. അതുകൊണ്ട് സഹോദരന്മാരെ, നാം നാവിനെ പോലും സൂക്ഷിക്കണം. നാം നാവിനെ പോലും സൂക്ഷിക്കണം. അനാവശ്യമായതിനെ സംസാരിക്കലും ഫിത്ന ഫസാദുകൾ പറയാനും നമ്മുടെ നാട്ടിൽ നിന്ന് വരാനേ പാടില്ല. നാലാമത്തെ കലിമത്താവുന്നത് ഇസാ കുന്ത ഫീ മാഇദതി ഫഫൽ ഖൽഖക. നീ ഒരു സുബ്രയിലാണെങ്കിൽ നിന്റെ ചുറ്റുഭാഗത്തിനെ നീ സൂക്ഷിക്കണം. നീ ഒരു സുബ്രയിലാണെങ്കിൽ നിന്റെ ചുറ്റുഭാഗത്തിനെ നീ സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിനെ വിൽക്കാനേ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദകളെ പാലിച്ചാണ് കഴിക്കേണ്ടത്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. 2 കാര്യങ്ങൾ നാം എപ്പോഴും ഓർത്തു വെക്കണം. നീ എവിടെയാണെങ്കിലും അവസരത്തിലാണെങ്കിലും ആ 2 കാര്യത്തിന് മറക്കാനേ പാടില്ല. അത് ഏതെന്ന് അറിയുമോ? അല്ലാഹു മരണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചതായ ലോകരക്ഷിതായ റബ്ബിനെ നാം സൂക്ഷിക്കണം. പരിശുദ്ധമാകപ്പെട്ട ഖുർആൻ ശരീഫിൽ പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ തടിയും മരണത്തിനെ രുചിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനേ, മരണത്തിനെ നീ സൂക്ഷിക്കുക. മരണം എപ്പെന്ന് ആർക്കും അറിയൂല. അതുകൊണ്ട് മുഅ്മിനേ, നീ മരണത്തിനെ സൂക്ഷിക്കുക. മഹാനാവറുകൾ പറയുകയാണ്, 2 കാര്യങ്ങളെ ഓർത്തു വെച്ചാൽ വീണ്ടും 2 കാര്യത്തിനെ മറക്കേണ്ടതുണ്ട്. ഓർക്കാനേ പാടില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. അത് ഏതെന്ന് അറിയുമോ? നീ മറ്റുള്ളവർക്ക് ചെയ്തതായ ഉപകാരത്തിന് നീ ഓർക്കാനേ പാടില്ല. അതുപോലെ മറ്റുള്ളവർ എനിക്ക് ചെയ്തതായ ഉപകാരങ്ങളെ നീ ഓർക്കാനേ പാടില്ല. 8 വാചകങ്ങൾ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് മുരീഖാത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും എല്ലാവരും പെടുമാറാകട്ടെ.